ഇന്ന് നമുക്കൊരു കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കാവേ. കോവയ്ക്ക കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യുക. കുറച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ 2 പച്ചമുളകും വേണേ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്ത് കടുക് പൊട്ടിക്കുക. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയുടെയും ഉണക്കമുളകിൻ്റെയും മിക്സ് അതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഒപ്പം തന്നെ പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പും കൂടി ആഡ് ചെയ്യാവേ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാളയും ഉണക്കമുളകും എല്ലാം മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 2 പച്ചമുളക് ഇട്ടതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് ഇടാം. നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഇടാൻ പോകുന്നത്. ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ആ കോവയ്ക്കയിലോട്ട് വരുന്ന വിധത്തിൽ നമ്മൾ യോജിപ്പിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് നല്ല ചൂടുള്ള വെള്ളം ഇതിനകത്തോട്ടൊഴിച്ച് ഒന്ന് അടച്ച് വെച്ച് നമുക്കിത് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് ആ വെള്ളം മുഴുവൻ അങ്ങോട്ട് വറ്റിച്ചെടുത്താൽ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി കിട്ടും.